യൂറോ കപ്പിൽ പോർച്ചുഗലിനെതിരെ ജോർജിയയുടെ അട്ടിമറി വിജയം ഇപ്പോഴും ഫുട്ബോൾ ലോകത്തിന് വിശ്വസിക്കാനായിട്ടില്ല. യൂറോ കപ്പിലെ ഏറ്റവും താഴ്ന്ന ഫിഫ റാങ്കുകാരായ ജോർജിയയുടെ അട്ടിമറി വിജയത്തിന് നേതൃത്വം നൽകിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണെന്നതാണ് ഏറ്റവും വലിയ കൗതുകം. ഇറ്റാലിയൻ ക്ലബ് നാപ്പോളിയുടെ 23-കാരൻ കീച്ച കാരസ്കേലിയാണ് പോർച്ചുഗലിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിലൊന്നിലേക്ക് തള്ളിയിട്ടത്. കീച്ച കാരസ്കേലിയ ജോർജിയയ്ക്കായി 33 കളിയിൽ 16 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിൽ യുവതാരത്തിന്റെ ആദ്യ ഗോളാണിത്. ഇതവിടെ തന്റെ റോൾ മോഡലായ റൊണാൾഡോയെ സാക്ഷിയാക്കിയും. കളിയിൽ പോർച്ചുഗലിന് ഏറ്റവും തലവേദനയുണ്ടാക്കിയത് കാരസ്കേലിയ തന്നെ. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിംഗ് നടത്തിയതും ഷോട്ടുകൾ തൊടുത്തതും യുവതാരം. പാസിംഗിൽ 100% കൃത്യത. ഏറ്റവും കൂടുതൽ ഫൗളിന് വിധേയനായതും മറ്റാരുമല്ല. റൊണാൾഡോയുടെ വെറും ആരാധകനല്ല കാരസ്കേലിയ. പോർച്ചുഗൽ ഇതിഹാസവുമായി ബന്ധമുണ്ട് ജോർജിയൻ സൂപ്പർ താരത്തിന്റെ കരിയറിന്. 2013 ജോർജിയൻ തലസ്ഥാനമായ തബ്ലീസിയിൽ റൊണാൾഡോ അതിഥിയായി എത്തിയിരുന്നു. ഡൈനാമോ തബ്ലീസി ക്ലബിന്റെ ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനത്തിന്. അന്ന് ആരാധനയോടെ റൊണാൾഡോയ്ക്കൊപ്പം ചിത്രമെടുത്ത കുട്ടിത്താരങ്ങളിൽ കീച്ച കാരസ്കേലിയയും ഉണ്ടായിരുന്നു. കാരസ്കേലിയ മാത്രമല്ല, പോർച്ചുഗലിനെ അട്ടിമറിച്ച ജോർജിയൻ ടീമിലെ 11 പേരും റൊണാൾഡോ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയിൽ നിന്നുള്ളവരാണ്. മത്സരശേഷം സഹതാരങ്ങളെ വിജയാരവത്തിൽ ആഹ്ലാദിക്കുമ്പോൾ കാരസ്കേലിയ റൊണാൾഡോയുടെ അടുത്തേക്കാണ് ഓടിയെത്തിയത്. പ്രിയതാരത്തെ ആലിംഗനം ചെയ്തു. ഏറെ ആഗ്രഹിച്ച റൊണാൾഡോയുടെ 7 നമ്പർ ജേഴ്സി സ്വന്തമാക്കി. ഈ ജേഴ്സി ധരിച്ചാണ് കാരസ്കേലിയ ജോർജിയൻ ഡ്രസ്സിംഗ് റൂമിലെത്തിയത്. മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട കാരസ്കേലിയ ട്രോഫിക്കൊപ്പം റൊണാൾഡോയുടെ ജേഴ്സിയുടെ ചിത്രം ഡ്രീംസ് എന്ന അടിക്കുറിപ്പോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.